ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറുതായിട്ടൊരു ഔട്ടിങ് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. വലിയ ഔട്ടിങ്ങും കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്നൊരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ ഞാനുണ്ട്, ചേട്ടനുണ്ട്, മക്കളുണ്ട്, അമ്മയുണ്ട്, ഞങ്ങൾ 5 പേരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഓണം വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോയില്ലെങ്കിൽ അവർക്കും ഭയങ്കര ബോറടി അല്ലേ. ഈ 10 ദിവസത്തെ ഒരു വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ വീണ്ടും തിരിച്ച് സ്കൂളിലേക്ക് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി കുഞ്ഞേ ഒരു ട്രിപ്പ്, രാവിലെ ഒരു 10-10:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകിട്ട് ഒരു 5 മണി വരെ ടൈം സ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയൊരു യാത്രയാണ് കേട്ടോ. പക്ഷേ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇങ്ങനൊരു യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു ട്രിപ്പ് പോയ ഒരു അനുഭൂതിയാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പുള്ളിലേക്കാണ്, മനക്കൊടി ഭാഗം പുള്ളിലേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പാടം, വെള്ളം, കുളം, അതേ ലെവൽ തന്നെയാണ്, അതേ വൈബ് തന്നെയാണ് കൂടിയുള്ളവർക്ക് കേട്ടോ. മക്കൾക്കായാലും എന്താ പറയുക, വെള്ളം, മീൻ പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മീൻ പിടിക്കാൻ ഇരുത്തിയാലും അവർക്ക് അതാണ് ഏറ്റവും വലിയ ഇഷ്ടം. ഭക്ഷണവും വേണ്ട, വെള്ളവും വേണ്ട ആ ഒരു അവസ്ഥയാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ മൂത്ത ആൾക്ക് ഏറ്റവും ആഗ്രഹം പറഞ്ഞിട്ട് ഒരു മെഷീൻ ചൂണ്ട മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എവിടെയാണോന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് വെച്ചാൽ ആലോചിച്ച് നടക്കുമ്പോഴാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത് നമുക്കിങ്ങനെ പുള്ളിയിൽ പോവാം, അവിടെ മീൻ പിടിക്കാൻ പറ്റി കുറേ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പുള്ളിയിലേക്ക് വന്നത്. പിന്നെ എനിക്ക് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു പുള്ളിയിലത്തെ താമരപ്പാടം കാണണം, അതിൻ്റെ ഉള്ളിൽ കൂടെ വഞ്ചിയിലൊക്കെ പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പുള്ളിയിലെത്തി, പുള്ളിലിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഭാഗം പുള്ളിയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, കുറേ ഭാഗം പാടവും ഇതേപോലെ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ നിർത്തി ചൂണ്ടയൊക്കെ ഇട്ടു. അപ്പോൾ സാധാരണ ചൂണ്ട 2 കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇട്ടു. അപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ പോകുന്നത് കുണ്ടോളിക്കടവ് ഷാപ്പിലേക്കാണ് കേട്ടോ, കള്ള് ഷാപ്പ്. ഇവിടെ നല്ല ഭക്ഷണം കിട്ടും, നല്ല കറികളും അതേപോലെ വെള്ളയപ്പം, പൊറോട്ട അങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാവും. പിന്നെ നല്ല കള്ളൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവിൽ വന്നതാണ് കേട്ടോ. ഇവിടെ പണ്ട് വന്നിട്ടുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പണ്ടല്ല ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ല കറികളാണ്, കുറേ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ടാവും, ഭയങ്കര രസമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ പുള്ളിയിലേക്ക് വരുന്നൊക്കെ ഇഷ്ടംമാതിരി വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അന്നത്തേക്ക് ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ വരണം, ഇവിടെയൊക്കെ ഒന്ന് കാണണം, ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടി ഇവിടെ എത്തി. അപ്പോൾ വന്നപ്പോൾ തന്നെ ഇവിടെ അടുത്തൊരു നല്ലൊരു തോടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ മീൻ ഇങ്ങനെ കൊത്തുണ്ടായിരുന്നു വെള്ളത്തിൽ. അപ്പോൾ അത് കണ്ട വഴിക്ക് 2 ആൾ അവിടെ നിൽക്കുകയാണ്, ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട അവർക്ക്. അപ്പോൾ അവർ ആ ആകാംക്ഷയിലാണ്. അങ്ങനെ ഞങ്ങൾ അവർ 2 പേരെയൊക്കെ വിളിച്ച് ഞങ്ങൾ നേരെ പോവാണ്. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. അയ്യോ, ഞാൻ വിചാരിച്ച കള്ള് ഷാപ്പിലേക്ക് പോകുമ്പോൾ നാണക്കേടാവും. അമ്മയായാലും അതിനെ പറഞ്ഞിരുന്നു കേട്ടോ, അയ്യോ വേണ്ട നമുക്ക് കള്ള് ഷാപ്പിൽ പോകണ്ട. കാരണം അമ്മ ഒരു വട്ടം ചേട്ടൻ്റെ കൂടെ വന്നിട്ടുണ്ട്, മൂത്ത ചേട്ടൻ്റെ കൂടെ. അപ്പം അമ്മ അങ്ങനെ പറഞ്ഞിരുന്നു ഇന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഉള്ളിലേക്ക് കയറാൻ ചമ്മലുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അധികം ഫാമിലി ആയിരുന്നു. ഫാമിലി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ അവിടെ സ്ഥലമില്ലേ, ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട്. ഫാമിലികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഏറ്റവും അധികം. ഇങ്ങനെ ബോയ്സുകൾ മാത്രമായിട്ട്, ഇങ്ങനെ ചേട്ടന്മാർ മാത്രമായിട്ട് വരുന്നത് കുറവായിരുന്നു, കൂടുതലും ഫാമിലികളായിരുന്നു കേട്ടോ. നല്ലൊരു വൈബാണ്, നല്ല ചില്ലിങ്ങാണ്. കാരണം നല്ല എന്താ പറയുക, നല്ല വൈബുള്ള ഫാമിലി ആണെങ്കിൽ, നല്ല എന്താ പറയുക, എല്ലാത്തിലും കൂടിച്ചേരുന്ന ഫാമിലികളൊക്കെ ആണെങ്കിൽ വന്നിരുന്ന് ആഘോഷിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ 2 കുപ്പി കള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചേട്ടൻ കള്ളാണ് കൊണ്ട് തന്നെ. ഈ കള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കാൻ ടേസ്റ്റ് വൈസും ഒക്കെയാണ്, കാരണം ഒരു പ്രത്യേക ഒരു തണുപ്പും ഒരു മധുരവും ഒക്കെ ഉള്ളൊരു കള്ളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുടിക്കാൻ നല്ല ഇഷ്ടം തോന്നും. ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ കുടിച്ച് കഴിയുമ്പോൾ ഒരു ചവർപ്പ്, ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു നമ്മളെ വെയിലത്തുനിന്ന് കയറി വന്ന ആ ഒരു എഫക്റ്റിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുടിക്കും. കാരണം ഇഷ്ടമുള്ളവർ കുടിക്കും, പക്ഷേ കുടിക്കുമ്പോൾ നമ്മളൊന്നും അറിയില്ല. പക്ഷെ കുടിച്ചൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. ശരിക്കും കണ്ണിൽ കൂടെയൊക്കെ ഇരുട്ട് വന്നിട്ട് ഞാൻ വീട്ടിൽ അമ്മോടും ചേട്ടനൊക്കെ പറയായിരുന്നു, തിരിച്ചു പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, ആൾക്കാർ കളിയാക്കുമെന്ന്. അതുപോലൊരു അവസ്ഥയിലാണ് കേട്ടോ തിരിച്ചു വന്നത്. കറിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ
കൂന്തളും മൊയിലിറച്ചിയും പിന്നെ ആടിൻ്റെ തലക്കറിയും, അത് 3ആണ് മേടിച്ചത്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, അത് വേറെ കാര്യം. അത്യാവശ്യം നമ്മളിപ്പോൾ ആ ഒരു 3 കറി മേടിക്കുമ്പോഴേക്കും അത്യാവശ്യം റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു ദിവസമൊക്കെ നമുക്ക് ഇതേപോലെയൊക്കെ വന്ന് ആഘോഷിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. അവിടുന്ന് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ താമരപ്പാടുണ്ട്, താമര നിറയെ താമരയാണ് ആ പാടത്ത്. അപ്പോൾ അത് 2 വഞ്ചിയിലായിട്ട് ഇങ്ങനെ 3-4 പേര് താമര മുട്ട് പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ ഇരുന്ന് കണ്ട് വണ്ടി അവിടെ ഇട്ടിട്ട് ഞങ്ങൾ നടന്ന് പാടത്തിൻ്റെ അറ്റം വരെ വന്നു. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഈ താമരമുട്ടൊക്കെ ചാക്കിലാക്കി കൊണ്ടുപോകാൻ. അവർക്കിങ്ങനെ ഫ്ലവർ കട ഉണ്ടാവുമല്ലോ, പൂവൊക്കെ മേടിക്കുന്ന കടകൾ, അവിടേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ തീരെ ഒരു മിനിമം പാകമായിട്ടുള്ള താമരമുട്ടാണ് കേട്ടോ ഇവർ പൊട്ടിച്ചു കൊണ്ടുപോകുന്ന. മാല കോർക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഡിമാൻഡാണല്ലോ താമരമാല ഇപ്പോൾ. അപ്പം അവരത് പൊട്ടിച്ചു കൊണ്ടുപോയപ്പോൾ വിരിഞ്ഞൊന്ന് 2 പൂക്കൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവർക്കത് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ അവർ ഞങ്ങൾക്ക് ഇട്ട് തന്നു. അങ്ങനെ കുറച്ച് നേരം അവർ താമരയൊക്കെ ചാക്കിലാക്കുന്നതൊക്കെ നിന്ന് കണ്ടു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നല്ല കണ്ണെത്താത്ത പാടാണ് കേട്ടോ. ചുറ്റും അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുളവും ഈ പാടും പാടവും തോടും ഒക്കെയാണ്. അത്രയ്ക്ക് രസമാണ് കേട്ടോ ചുറ്റും കാണാനായിട്ട്. എനിക്കിങ്ങനത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ്. ഇങ്ങനെ സീനറി ആസ്വദിക്കുക, പുഴ, വെള്ളം, പാടം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ കുറേ നേരം നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് നല്ല കാറ്റായിരുന്നു. അതുകൊണ്ട് ആ വെയിലിൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ കണ്ടാടി വല ഇട്ടിട്ടുണ്ടായിരുന്നു ആ തോട്ടിൽ മൊത്തം. അത് കണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു. കുറച്ച് നേരം ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് വർത്താനമൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ വന്നത്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഒരു 1:30-2 മണി നേരത്താണ് ഈ ചേട്ടൻ ഇങ്ങനെ ഈ വെള്ളത്തിൽ ഇറങ്ങി ചെയ്യുന്നത്. അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ച ആഴമൊന്നും അങ്ങനെ ഇല്ലാന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചേട്ടൻ 2-3 ജഗ് ചുറ്റും കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അയറുമ്പളാണ് നിന്നിട്ടാണ് കേട്ടോ ചേട്ടൻ ആ മീനുകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അത്രയും പറയാൻ മാത്രം മീനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ കാലത്തും ഈവനിങ്, അതായത് 5-6 മണി സമയത്താണ് കൂടുതൽ മീൻ കിട്ടുള്ളൂ, ഉച്ച സമയത്ത് അങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് പിന്നെ മക്കൾ ഇവിടെയും കുറേ നേരം ചൂണ്ടയൊക്കെ ഇട്ടു. അവരുടെ കൂടെ നിന്ന് കുറച്ച് നേരം കുഞ്ഞു മീനുകളെ കിട്ടിയിട്ടോ. കുഞ്ഞേ കരിപ്പിടികൾ, അങ്ങനത്തെ കുഞ്ഞേ ചെറുവക മീനുകളെ കിട്ടി. ആ ചേട്ടൻ പറഞ്ഞു കൂട്ടാർ ഒന്നെങ്കിൽ രാവിലെ വരണം മീൻ പിടിക്കാനായിട്ട്, ഇഷ്ടംമാതിരി മീനെ കിട്ടാറുണ്ട് ഇവിടെ വരുന്നവർക്ക് എന്ന് പറഞ്ഞു. ഉച്ച സമയത്ത് വന്നാൽ മീൻ കിട്ടില്ല എന്നാണ് പറഞ്ഞത് ആള്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കണ്ട് കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്നു. അമ്മ കുറച്ച് നേരം പുറത്തേക്ക് വന്നുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ തീരെ വയ്യാണ്ടായി അമ്മയ്ക്കും. പിന്നെ ഇത്രയും വഴി വന്നു. പിന്നെ വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്കേ പുറത്തിറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരു ഇതുള്ളൂ. അപ്പോൾ പിള്ളേരുടെ ആ ഒരു ബഹളവും എനിക്കും ഇഷ്ടമുള്ളത് കൊണ്ട് കുറേ നേരം അവിടെ നിന്ന് താമരക്കുളവും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഒരു 2-2:30 നേരം വരെ ഞങ്ങൾ ആ പാടത്ത് തന്നെ നിന്നു. പിന്നെ ഉണ്ണിയോള് ചൂണ്ടിടുണ്ടായിരുന്നു, കുഞ്ഞു മീനുകൾ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അത്ര വലിയ മീനുകളില്ല. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ചേട്ടന്മാർക്ക് നല്ല മെഷീൻ ചൂണ്ടമേ നല്ല ബ്രാലും ഇതൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവർ ഇടാ വലിക്കുക ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അപ്പുറത്തേക്ക് കടക്കാൻ എളുപ്പമല്ല പിള്ളേർക്ക്. അത് കാരണം ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ നിന്നു. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ഇറങ്ങി മീൻ പിടിക്കാനായിട്ട്. കാരണം അവർ വിചാരിച്ച പോലെ മീൻ കിട്ടിയില്ല എന്നുള്ള വിഷമമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വേറൊരു ഭാഗത്ത് ഇറങ്ങിയപ്പോഴാണ് ചെറിയ ആൾക്ക് ഒരു ഒരു മീനെ കിട്ടിയത്. അതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ മീൻ പിടുത്തം ഞങ്ങൾ നിർത്തി. അപ്പോൾ അത് കിട്ടിയപ്പോൾ അവന് സന്തോഷമായി. അപ്പോൾ പോവാമെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ ഈ ഒരാഴ്ച. അപ്പോൾ ഓണം അങ്ങനെ പറയാൻ മാത്രം ആഘോഷിക്കാൻ പറ്റിയില്ല. പകൽ മൊത്തം വീട്ടിലുണ്ടായിരുന്നെങ്കിലും വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴേക്കും ഡ്യൂട്ടിക്ക് എത്തേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ സമയം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് പോകണമല്ലോ. അത് കാരണം നമുക്ക് വേറെ ഒന്ന് പ്ലാൻ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 4 മണി 4:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് 5:30 ഒരു 5-5:45 ആകുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം ഹോസ്പിറ്റലിൽ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ഓണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.